ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ അമീർ ബഹുമാന്യനായ ശ്രീ ടി ആരിഫ് അലി അവർകളെ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രൻ അവർകളെ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള തൃശൂരിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് തരമ്പിൽ രാമകൃഷ്ണൻ അവർകളെ, മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വം ഭരണഘടനാപരമായി തന്നെ ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ സമൂഹത്തിൽ മതേതരത്വത്തിനെതിരായ വെല്ലുവിളികളും ചോദ്യചിഹ്നങ്ങളും അതിശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുൻകാലങ്ങളിൽ മനുഷ്യസ്നേഹത്തിന്റെ മനോഹരമായ പ്രതീകമായി, മുസ്ലിം ശില്പകലയുടെ ഉത്തുംഗ മാതൃകയായി അംഗീകരിക്കപ്പെട്ട താജ്മഹലായിരുന്നു ഇന്ത്യയെ വിദേശങ്ങളിലൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഗുജറാത്തിലെ വർഗീയ കലാപങ്ങൾക്കിടയിൽ എന്നെ കൊല്ലല്ലേ എന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്ന കുത്തബുദ്ദീൻ അൻസാരിയുടെ ചിത്രമാണ് ഇന്ത്യയെ വിദേശങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് എന്ന ഒരപജയം മതേതരത്വ വിശ്വാസികളായ എല്ലാ ഇന്ത്യക്കാരുടെയും ശിരസ് കുനിപ്പിക്കുന്ന അനുഭവമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിശ തെറ്റുന്ന മതാത്മകത നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ദിശാബോധം പകരുന്ന എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും സ്വാഗതാർഹമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ തകർക്കപ്പെട്ടത് ഒരു രാജ്യത്തിന്റെ ഏറെക്കാലമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതസഹിഷ്ണുതയുടെ മഹനീയമായ പാരമ്പര്യമാണ്. പക്ഷെ അതിന് ബദലായി ചെയ്യേണ്ടത് അന്യതാബോധത്തോടുള്ള സംഘടിത പ്രവർത്തനങ്ങളല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ആ തിരിച്ചറിവോടുകൂടി ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഓരോന്നും എന്താണ്, എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന വ്യക്തത സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ബഹുസ്വരതയുടെ സംസ്കാരം നിലനിർത്തുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധത, സംസ്കാരങ്ങളുടെ സമൃദ്ധ വൈജാത്യം എന്നും ഇന്ത്യയുടെ മുഖമുദ്രയായിരുന്നെങ്കിൽ അത് നിലനിർത്തുന്നതിനുള്ള നമ്മുടെ കടമ, അതെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വരണം എന്ന വിനയപൂർണമായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടി, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ വളരെ സരസമായ പരാമർശത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. മൂടുപടം മാറുമ്പോൾ അവിശ്വാസവും ഉത്കണ്ഠയും മാറുന്നു, അത് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് വളരെ മനോഹരമായി തന്നെ മതത്തിന്റെ നിഗൂഢത മാറ്റിക്കളയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സംവാദത്തിന് വേണ്ടി, വളരെ സൗഹാർദ്ദപരമായ ഒരു സംവാദത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിന്റെ പകുതിയിലേറെ വരുന്ന സ്ത്രീജനങ്ങൾക്ക് മൂടുപടം ആവശ്യമാണോ എന്ന ഒരു ചോദ്യം ഏറ്റവും വിനയപൂർവ്വം ഈ സദസ്സിന്റെ മുൻപാകെ വച്ചുകൊണ്ട്, ഈ ചോദ്യം അവതരിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നോട് പരിഭവം തോന്നരുത് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഒരു നിലപാടിന്റെ ഭാഗമായ ഒരു കുസൃതി മാത്രമായി അത് കണക്കാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. പുരോഗമനകാരികളായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ നഗരത്തിന്റെ നിറഞ്ഞ ആശംസകൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈമാനുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉത്തമനായ മനുഷ്യൻ, മാതൃകാപരമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. ആ രീതിയിൽ തന്നെ ഏറെക്കാലമായി, നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും
അന്യരല്ല എന്ന ഉറച്ച ബോധത്തോടുകൂടി തന്നെ ഈ രാജ്യത്തിന്റെ ആണിക്കല്ലാണ് നിങ്ങൾ എന്ന ആത്മബോധത്തോടുകൂടി തന്നെ ഭാവി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. യോഗാധ്യക്ഷൻ അമീർ ജമാഅത്തെ ഇസ്ലാമി ടി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജേന്ദ്രൻ, ആരാധ്യായ മേയർ പ്രൊഫസർ ആർ ബിന്ദു, പ്രതിപക്ഷ നേതാവ് ശ്രീ ഐ പി പോൾ, ശ്രീ കൊച്ചു മുഹമ്മദ്, വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന, ഭിന്ന മതങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പരസ്പരം അറിയാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഏതൊരു പ്രവർത്തനവും ശ്ലാഘനീയമായ ഒന്നാണ്. മതങ്ങൾ മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതായിട്ടുണ്ട്. മതങ്ങളുടെ പ്രധാനമായ 3 തലങ്ങൾ. ഏറ്റവും പ്രധാനമായ കാര്യം മൂല്യങ്ങളാണ്. മറ്റൊരു വശം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പ്രതീകങ്ങൾ മൂന്നാമത്തൊരു കാര്യമാണ്. പ്രതീകങ്ങൾ പലപ്പോഴും മാറിയെന്ന് വരാം. ആചാര അനുഷ്ഠാനങ്ങളിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു എന്ന് വരാം. പക്ഷേ മാറാത്ത നശ്വരമായ മൂല്യങ്ങളാണ് മതത്തിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം. ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മതങ്ങളെ അപഗ്രഥിച്ചാൽ മതങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ കുറച്ചു വരും. പ്രതീകങ്ങളുടെ കാര്യത്തിൽ മൈലുകൾക്ക് വ്യത്യാസം വരാം, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും മാറ്റങ്ങൾ വരാം. പക്ഷേ മൂല്യങ്ങളുടെ കാര്യത്തിൽ മതങ്ങളെല്ലാം വളരെ അടുത്തതാണ്, ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കറിയാം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് മതങ്ങൾ തമ്മിൽ, മതവിശ്വാസികൾ തമ്മിൽ, അവ തമ്മിലൊക്കെ ആശങ്കകൾ, സംശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇതിനാസ്പദമായ കാര്യം പരസ്പരം അറിയാനുള്ള സാഹചര്യമില്ല എന്നതാണ്. അവിടെയാണ് ഡയലോഗിന്റെ ഏറ്റവും വലിയ കാര്യം. സമൂഹത്തിലെ എല്ലാ രംഗത്തും പരസ്പര ചർച്ചകളും ഡയലോഗുകളും കുറയുന്നത് മൂലമാണ് അസഹിഷ്ണുത വർദ്ധിക്കുന്നത്. അസഹിഷ്ണുതയിൽ നിന്ന് അക്രമങ്ങൾ വർദ്ധിക്കുന്നു. അതുവഴി സമൂഹത്തിൽ അപകടകരമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. പരസ്പരം അറിയാനും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള ഒരു ത്വരയായിരിക്കണം ഡയലോഗുകളുടെ ആത്യന്തികമായ അടിസ്ഥാനം. തർക്കിക്കാനും പരാജയപ്പെടുത്താനും അല്ല, അറിയാനും കണ്ടെത്താനും വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഏത് ഡയലോഗുകളും സംഘടിപ്പിക്കാൻ. അങ്ങനെ പരസ്പര ചർച്ചകളിലൂടെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി കൂടുതൽ വിശാലമായ ചിന്താസരണികളിലേക്ക് മനുഷ്യ മനസ്സുകളെ എത്തിക്കാൻ ഈ ദിശ എക്സിബിഷന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആനുകാലിക പ്രസക്തിയുള്ള നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എക്സിബിഷനാണത്. അതുകൊണ്ട് ചിന്തോദ്ദീപകങ്ങളായ നിരവധി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. 7-8 ദിവസം നടക്കുന്ന ഈ എക്സിബിഷൻ വഴി ആയിരക്കണക്കിന് ആളുകളെ ചിന്തിപ്പിക്കാനും യഥാർത്ഥമായ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം അവരിൽ ഉണ്ടാക്കാനും അവരുടെ മനസ്സുകളെ ശരിയായ ദിശയിലേക്ക് എത്തിക്കാനും ഈ എക്സിബിഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നമസ്കാരം. ബഹുമാനിയായ അധ്യക്ഷൻ ശ്രീമാൻ ടി ആരിഫ് അലി ഈ ദിശ എക്സിബിഷൻ സക്തം നഗറിൽ സമർപ്പിച്ച ബഹുമാനിയായ
റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീമാൻ KP രാജേന്ദ്രൻ, ആരാധ്യായ മേയർ പ്രൊഫസർ R. ബിന്ദു, ആദരണീയനായ തൃശൂർ MLA ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ, ശ്രീമാൻ KK കൊച്ചു മുഹമ്മദ്, ശ്രീമാൻ സക്കീർ ഹുസൈൻ, അധ്യക്ഷവേദിയിലെ മാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ മാന്യ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ദിശയുടെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം ചൂണ്ടിക്കൊണ്ട് അർത്ഥഗാംഭീരമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരു ദീർഘ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇനിയും ഇതിന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികൾ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ധന്യമുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. മാലിന്യ നിക്ഷേപങ്ങളുടെ ഒരു ബിന്ദുവായി മാറിയിട്ടുള്ള, ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുള്ള ഈ സക്തൻ നഗരിൽ ധന്യമായ ജീവിതത്തിന്റെ, സമ്പുഷ്ടമായ ജീവിതത്തിന്റെ ഒരു വഴിത്താര തുറക്കുന്നതിന് വേണ്ടി ഇന്ന് ബഹുമാനിയായ മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ദിശയുടെ ഈ പ്രദർശനം ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. രക്തപങ്കിലമായ ഒരു ലോകത്തെയാണ് വർത്തമാനകാലത്തിലൂടെ നയിക്കുന്നത്. സംഘർഷഭരിതമായ ഒരു ധരണിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള മുറവിളി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, മനുഷ്യഹൃദയത്തിൽ നിന്ന്, മനുഷ്യ കണ്ഠനാളങ്ങളിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും ആറ്റം ബോംബുകളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും എല്ലാം ഭീകരതയിൽ ഞെട്ടിവറയ്ക്കുന്ന ഈ ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശവുമായിക്കൊണ്ട് ഒരു പുതിയ ജീവിതം മനുഷ്യ സമൂഹത്തിനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങുന്ന ലോക മുസ്ലിം സമുദായത്തിന്റെ ആ ശക്തമായ വളർച്ചയുടെ പടവുകളിൽ ചവിട്ടി മഹത്തായ ഭാരതത്തിന്റെ ഈ പുണ്യഭൂമിയിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം മുഴക്കിക്കൊണ്ട് മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും മതിൽക്കെട്ടുകൾ ഉയർത്തിക്കൊണ്ട് ഒരു പുതിയ സാമൂഹ്യ വിപ്ലവത്തിന്, പരിഷ്കാരത്തിന്, സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കൈത്തിരി നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ദിശയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ദർശിക്കുകയുണ്ടായി. മനുഷ്യന്റെ തിന്മയിൽ നിന്ന് നന്മയുടെ വഴിത്താരയിലേക്കുള്ള ഒരു ശംഖുനാദമാണ് ഈ സായന്ന വേളയിൽ നമ്മുടെ തേക്കിൻകാട്, നമ്മുടെ ഈ സക്കൻ നഗരിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ആ ശംഖുനാദം ഈ ലോകത്തെമ്പാടും അതിന്റെ ഇടിമുഴക്കം കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും സംഗമഭൂമിയായ, സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഹൃദയഭൂമിയായ ഈ സക്കൻ നഗർ മനുഷ്യഹൃദയത്തിലേക്ക് സമാധാനത്തിന്റെ വെളിച്ചം കൊടുക്കുവാനുള്ള ഒരു സന്ദേശമായി നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പിരിയാം. അതിനുവേണ്ടി ഡയലോഗ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ പ്രയാണം അനശ്വരമായി തുടരട്ടെ, അതിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സായുന്ന വേളയിൽ തടിച്ചുകൂടിയ നിങ്ങൾക്കേവർക്കും ആശംസകളുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ അതിഥികളെ, തൃശൂരിന്റെ മനസ്സാക്ഷിയുടെ മുൻപിൽ ഒരു പുതിയ സന്ദേശവുമായി ഇന്നിവിടെ സമാരംഭിക്കുന്ന ദിശയുടെ സംഘാടകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഈ നല്ല സംരംഭത്തിന് എല്ലാ മംഗളങ്ങളും നേരാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് തൃശ്ശൂര് ഒരു പുതിയ ചിന്തയ്ക്കും ഒരു പുതിയ വഴിത്തിരിവിനും സാക്ഷി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ എത്താനും ആശംസകൾ നേരാനും കഴിഞ്ഞത് ഒരു സൌഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഓടിയെത്താനാവാത്ത പരിപാടികൾക്ക് ഇടയിൽ അകപ്പെട്ടു പോയതുകൊണ്ട് അല്പ കുറ്റബോധം എനിക്കുണ്ട്. കൃത്യമായി ദിശയുടെ സമുദ്ഘാടനം, ഈ എക്സിബിഷന്റെ സമുദ്ഘാടന സമയത്ത് എത്താം എന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതാണ്. എങ്കിൽ പോലും വൈകിയാണെങ്കിലും എന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. ലോകമിന്ന് ഒരു പുതിയ യാന്ത്രിക വേഗതയിലേക്ക് കുതിക്കുകയാണ്. ഈ പുതിയ വേഗത മനുഷ്യത്വത്തിന്റെ വളർച്ചയാണോ തളർച്ചയാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല. മനുഷ്യന്റെ പുരോഗതി മുന്നോട്ട് തന്നെയാണോ പിന്നോട്ടാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവുന്നു. ശാസ്ത്രം വളരുകയും ശാസ്ത്രീയമായ നേട്ടങ്ങൾ ഒരു വലിയ വിസ്ഫോടനത്തിന്റെ വക്കിൽ ലോകത്തെ ഒരു ഗ്രാമമാക്കി ചുരുക്കുകയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങൾ ഇന്നലകളെ എല്ലാം അസ്തപ്രജ്ഞമാക്കിക്കൊണ്ടൊരു പുതിയ പ്രപഞ്ചമായി, പുതിയൊരു അനുഭവമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയും ചെയ്യുക. പക്ഷെ അവിടെ മനുഷ്യരെന്ന ആ യാഥാർത്ഥ്യം ഇന്ന് കൂടുതൽ കൂടുതൽ അപ്രധാനമാവുകയും, അല്ലെങ്കിൽ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന മനുഷ്യ സമൂഹം ഇന്ന് യാന്ത്രികമായ നിയന്ത്രിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് ദിശ ജനങ്ങൾക്കൊരു ദിശ കാട്ടാൻ തയ്യാറാകുന്നതെന്ന് ഞാൻ കരുതുന്നു. ലോകത്തിന് സാഹോദര്യം പഠിപ്പിച്ച ഒരു പ്രബുദ്ധമായ ചിന്തയാണ് ഇസ്ലാം. എല്ലാവരും ഈശ്വര സൃഷ്ടികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഈ ദൈവമക്കളെ എല്ലാം സഹോദരന്മാരെ പോലെ കാണണം എന്ന മഹത്തായ പ്രബോധനം മനുഷ്യവർഗത്തിന് നൽകിയ മഹത്തായ ഒരു ചിന്താ സരണിയാണ് ഇസ്ലാം. പക്ഷേ ഇന്ന് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസത്തിനും ആ വിശ്വാസത്തിന്റെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുൻപിലേക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ സന്ദേശം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് കാലികമായ ഒരു ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇതിന്റെ സംഘാടകർ ഉൾക്കൊണ്ടിരിക്കുന്നത്. ധാർമ്മികമായ അപജയങ്ങളും പരാജയങ്ങളും നമ്മെ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമ്പോൾ അരുത് എന്ന് ആജ്ഞാപിക്കാൻ കഴിയുന്ന മനസാക്ഷിയുടെ കരുത്തും ശക്തിയുമായിട്ടാണ് ഇന്ന് ഈ ദിശയുടെ സംഘാടകർ ഇവിടെ ഒന്നിച്ചു കൂടുന്നത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വരുന്ന കുറെ ദിവസങ്ങളിൽ ഇവിടെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കഴിയുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന അപഭ്രംശങ്ങളുടെ ഒരു ചിത്രമാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ, നാം എല്ലാം ആശ്വസിക്കുന്നത് പോലെ പുരോഗതിയിലേക്ക്, നന്മയിലേക്ക് ആണ് നമ്മുടെ യാത്ര എന്ന ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരുപാട് അപഭ്രംശങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാമൂഹ്യ തിന്മകൾക്കെതിരായ ഒരു പോരാട്ടം, അത് ഏറ്റവും വലിയ കാലികമായൊരു സന്ദേശമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ഗുരുതരമായ ഭീഷണികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറുന്ന വളരുന്ന ഒരു തലമുറ, എല്ലാ മൂല്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് വളരെ പരക്കം പാച്ചിൽ, പെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ, മുതലാളിത്ത ലോകത്തിന്റെ വളർച്ചയുടെ എല്ലാ ദൂഷ്യങ്ങളും നമ്മൾ ഇന്ന് നമ്മുടെ നാട് ചുറ്റും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ദ്വീപ് പോലെ എല്ലാത്തിൽ നിന്നും സുരക്ഷിതരായിട്ട് മാറി നിൽക്കാനാവുമോ? നാലുപാടും നാം കാണുന്ന ഈ പ്രവണതകളോട് എങ്ങനെ പ്രതികരിക്കണം? ചിന്താശക്തിയുള്ള മനുഷ്യൻ, വളരെ ദീപ്തമായ വിശ്വാസങ്ങളാൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ ഈ ചുറ്റുപാടുകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നിർവചിക്കണം. അങ്ങനെ നിർവചിക്കാൻ, മനുഷ്യനെ സൽപാതകളിലേക്ക് നയിക്കാൻ, അവരെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് നയിക്കാൻ കഴിയുന്ന അതിശക്തമായ അതിദീപ്തമായ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾക്ക് ഒരു പുനർജനി ഉണ്ടാകണം.
ഇവിടെ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. മതവും തത്വചിന്തകളും എല്ലാം മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നവയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു പുരോഗമനത്തിന്റെ പരിവേഷം അണിഞ്ഞ മുദ്രാവാക്യങ്ങൾ നമ്മുടെ മനസ്സ് പറയുന്നു. ഇതിലൊന്നും വലിയ കഥയില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് കൂടുതൽ ഈ സാമൂഹ്യമായ തിന്മകൾക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് അതിശക്തമായ നൈതിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ യഥാർത്ഥ അർത്ഥത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ, മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ശ്ലാഘനീയമാകുന്നത്, കാലികമാകുന്നത് ഈ സാഹചര്യത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും പവിത്രവും പാവനവുമായ ഒരു വിശ്വാസ സംഹിത അപമാനിക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്ന ആ ഒരു പ്രതികരണം, ഒപ്പം തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ സാമൂഹ്യ തിന്മകൾക്കെതിരായ പോരാട്ടം എങ്ങനെ ആകണം എന്ന് സമകാലിക സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രചരണ സംവിധാനം, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ദിശ. നമ്മളെപ്പോഴും പറയുന്നത് ഇത് സാംസ്കാരിക തലസ്ഥാനം എന്നാണ്. തൃശ്ശൂരിന്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുമ്പോൾ, എവിടെയും നിൽക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ അന്തസാര ശൂന്യമാണെന്ന് നമ്മൾ അറിയുന്നത് ഓരോ ദിവസവും വർത്തമാന പത്രങ്ങൾ വായിക്കുമ്പോഴാണ്. ശരിയും തെറ്റും ഒന്നും ഇന്ന് നമുക്ക് വ്യവച്ഛേദിക്കാനാവാത്ത വണ്ണം തെറ്റുകളുടെ ഒരു കൂമ്പാരം നമ്മൾ വിഴുങ്ങാൻ ചുറ്റുപാടും നിൽക്കുന്നു. അവിടെ ഒരു മൺചിരാതിന്റെ വെളിച്ചം പോലെ ഈ സമൂഹത്തിനൊരു വഴികാട്ടിയായി മാറാൻ കഴിയുന്ന ഒരു വഴികാട്ടിയായി ഈ ദിശയുടെ പ്രവർത്തനങ്ങൾ മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് ദിശ കൊളുത്തിവെച്ച ഈ പ്രകാശം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ തിന്മകൾക്കുമെതിരായ ഒരു വലിയ വെളിച്ചം ചൊരിയുന്ന, വലിയ പ്രഭ ചൊരിയുന്ന ഒരു ദീപസ്തംഭമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ വൈകി വന്നതാണെന്ന് എനിക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ദിശ എക്സിബിഷനും ഈ സമ്മേളനവും തുറന്നു നടക്കുന്ന സെമിനാറുകളുമെല്ലാം നമുക്ക് വളരെയേറെ അറിവ് പകരുന്ന, വെളിച്ചം പകരുന്ന ആ അനുഭവങ്ങളായി, അവിസ്മരണീയങ്ങളായ അനുഭവങ്ങളായി മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഈ ദിശ എക്സിബിഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകരെയും ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും നന്ദിയോടുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ അധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ ടി ആരിഫ് അലി സാഹിബ് അവർകളെ, പ്രിയപ്പെട്ട PC ചാക്കോ MP, ബഹുമാനനായ IP പോൾ, പ്രിയപ്പെട്ട KV മുഹമ്മദ് സക്കീർ, പ്രിയപ്പെട്ട ഡയലോഗ് സെന്ററിന്റെ ഭാരവാഹികൾ, ബഹുമാനനായ TA മുഹമ്മദ് മൗലവി, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഡയലോഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോകത്തിനാകമാന ദിശ നൽകാൻ ഈ ശക്തൻ തമ്പുരാൻ നഗറിൽ നാം ഒത്തുചേരുന്നത്. ഇന്ന് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്
ഒരാദർശത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇസ്ലാമിക ആദർശത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രയാസകരമായ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ഈ കർമ്മം ഏറ്റെടുത്തത് തികച്ചും സർവശക്തനായ തമ്പുരാന്റെ പ്രതിഫലം അർഹിക്കാൻ പാകത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യവംശത്തിന്, ലോകത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രപഞ്ചനാഥൻ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം സമുദായത്തെ കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഹരിജത്തിൽ ഇന്നാസ്, മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഒരു ഉത്തമ സമുദായം എന്ന നിലയിലാണ്. പ്രപഞ്ചനാഥന് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ പലപ്പോഴും അത് വഴിതെറ്റിപ്പോകുന്നു. അവിടെ ഇതാണ് ദിശ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എന്നുള്ളത് വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിശ ലോകത്തിനു മുഴുവനും ഉപകാരപ്രദമാകാൻ പര്യാപ്തമാണ്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഡയലോഗ് സെന്ററും അതിന്റെ പിറകിൽ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മനുഷ്യവംശത്തിന് തന്നെയാണ്. എന്തുകൊണ്ട്? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ കാരണമാകട്ടെ, ഇതാണ് ശരിയായ ദിശ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് തുറന്ന് സംവദിക്കാൻ, തുറന്ന് ചർച്ച ചെയ്യാൻ, മനസ്സുകൊണ്ട് തുറന്ന് ചിന്തിക്കാൻ പര്യാപ്തമായ വിഷയമാണ്. അത് നാളുകളിൽ നമുക്ക് ഉപകരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ്. ഒരു മുസ്ലിം മതവിശ്വാസിയുടെ അടിസ്ഥാനപരമായ വിഷയം നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വെറുക്കുകയും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പല നിലയിലും അതിനെ വ്യാഖ്യാനിക്കാം. പലപ്പോഴും പലരുടെയും ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും വിപരീതമാണെങ്കിൽ അതിനെ വിമർശിക്കാം. പക്ഷേ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവന് മാറി നിൽക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളാകട്ടെ, നമ്മുടെ രാജ്യത്തിലെ ജനപ്രതിനിധികളാകട്ടെ, ഒന്ന് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ തന്നെ കടഞ്ഞെടുക്കുന്ന ഭരണ നടപടികൾ പലപ്പോഴും മനുഷ്യർക്ക് ഉപകാരപ്രദമായി കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ അവർക്ക് കഴിയുകയുമില്ല. എന്തുകൊണ്ട്? ലോകത്തിന്റെ മുമ്പിൽ നന്മയും തിന്മയുമുണ്ട്. ആരാ ഇത് തീരുമാനിക്കുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ഈ അധികാരം നൽകാൻ കഴിയുമോ? നന്മ തീരുമാനിക്കാനുള്ള അവകാശം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ ഒരു പ്രദേശത്തിനോ ഒരു വർഗത്തിനോ ഒരു സംഘടനയ്ക്കോ നൽകാൻ കഴിയുമോ? ഇല്ല. നന്മ തീരുമാനിക്കേണ്ടത് പ്രപഞ്ചത്തിലെ മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവം തമ്പുരാൻ തന്നെ. എന്തുകൊണ്ട്? എങ്കിലേ അത് നന്മയാകൂ എന്നുള്ളത്. അമേരിക്കയുടെ പ്രസിഡന്റിന് നന്മ തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നന്മ തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കാമോ? ഇല്ല. അങ്ങനെ കൊടുത്താൽ അവരുടെയൊക്കെ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മയും തിന്മയും വേർതിരിക്കപ്പെടും. അപ്പോൾ ഒരുപക്ഷെ അമേരിക്കക്കാരന് നന്മയുള്ളത് ഇന്ത്യക്കാരന് നന്മയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവനും മനുഷ്യവംശത്തിന് നന്മയും തിന്മയും വേർതിരിക്കണമെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സംരക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാന്റെ അധികാര പരിധിയിൽപ്പെട്ട ആ നന്മയും തിന്മയും മാത്രമായിരിക്കണം.
അത് മനുഷ്യരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ദൂരം ഇനിയും ഈ ഉത്തരവാദിത്തം വഹിച്ചു മുന്നോട്ട് പോകണം. ഡയലോഗ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ഈ ഉത്തരവാദിത്തം വളരെ ദീർഘമായി കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ്. ഇനിയും വളരെ പരിചയപ്പെടുത്തലുകൾ അനിവാര്യമാണ്. എന്തുകൊണ്ട്? പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വിഷയമാണിത്. പലപ്പോഴും ഭരണകൂടങ്ങളൊക്കെ തന്നെ രൂപം കൊടുക്കുന്ന നിയമങ്ങളും മനുഷ്യന്റെ പുരോഗതിക്കും മനുഷ്യന്റെ നന്മയ്ക്കും ആണ് എന്ന് അവർ കരുതി തീരുമാനിക്കുന്ന പലതും ചിലപ്പോഴൊക്കെ വഴിപിഴച്ചതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ സമൂഹത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ദൈവം തമ്പുരാൻ നന്മ നിർവചിച്ച അതിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാകണം എന്നുള്ളത് തന്നെ. അവിടെയാണ് മതങ്ങളുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞു, ഞാൻ ഉമറിന്റെ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു എന്ന്. എന്തുകൊണ്ട്? ഉമർ ഭരണാധികാരിയാകുമ്പോൾ ചിന്തിച്ചത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരണപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ സർവാധിനാഥനായ എന്റെ ദൈവം തമ്പുരാനോട് പറയേണ്ടി വരുമല്ലോ എന്ന ഉമറിന്റെ ചിന്തയാണ് ഗാന്ധിജി പറയുന്നത് ഉമറിന്റെ ഭരണം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. നീതിബോധത്തിന്റെ ത്ലാസിൽ ഉമർ കിടന്ന് പിടയുന്നു. ഒരുപക്ഷേ ഇന്നത്തെ ഭരണാധികാരികൾക്കില്ലാത്ത ഒരു വിഷയം. പലപ്പോഴും തന്നെ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും തീരുമാനങ്ങളിൽപ്പെട്ട് അതാണ് ശരിയായ തീരുമാനം എന്ന് തീരുമാനിച്ച് പ്രാവർത്തികമാക്കുന്ന ഭരണാധികാരികൾക്ക് ഉമറിന്റെ തീരുമാനം ഒരു ചൂണ്ടുപലകയാണ്. അതാണ് ഉമറിന്റെ ഭരണത്തിന്റെ നീതിബോധം. ഒരു ജീവി എന്റെ ഭരണത്തിൻ കീഴിൽ വെള്ളം കിട്ടാതെ മരിച്ചു പോകരുത്. അങ്ങനെ ചിന്താഗതിയുള്ള ഭരണാധികാരിയാകണം നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും തന്നെ വഴിതെറ്റിപ്പോകുന്നു നമ്മുടെ ഭരണാധികാരികൾ. അവിടെ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത്തരം സംഘടനകൾ തന്നെ. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ സവർഗരതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഈ കാര്യം എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളുണ്ടാകാം. പക്ഷേ അവരെ ചൂണ്ടിക്കാണിക്കേണ്ടത്, അവരെ തിരുത്തേണ്ടത് ഇങ്ങനെ കുഴപ്പമുണ്ട്. ലോകത്ത് സവർഗരതി പെരുത്തപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തെ ഭൂമിയിൽ കുഴിച്ചു മൂടി പ്രപഞ്ചനാഥൻ അതിനെ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം കടന്നുപോയിട്ടുണ്ടെന്ന് ആരാ പറയുക? ഒരുപക്ഷെ MLA-മാർക്കോ MP-മാർക്കോ ആ കഥ ഓർമ്മ വന്നോളമെന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരികളുടെ നെടുന്തൂണ് ഏറ്റെടുത്തിരിക്കുന്ന മൻമോഹൻ സിംഗിനോട് പറയേണ്ടത് ഡയലോഗ് സെന്ററാണ്. ഇങ്ങനെ ഒരു ചരിത്രം കടന്നുപോയിട്ടുണ്ട്. സവർഗരതിയാൽ ഒരു പ്രദേശമാകെ അതിൽ ആണ്ടുപോയപ്പോൾ ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവാധിനാഥൻ അത് ഭൂമി കീഴ്മേൽ മറിച്ച് ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു ശിക്ഷ ഇന്ത്യ രാജ്യത്തിന് വരാതിരിക്കണം എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്ന് പറയേണ്ടത് ഡയലോഗ് സെന്റർ തന്നെ. അങ്ങനെയുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് മതപരമായ സംഘടനകൾ തന്നെ. പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത, രാഷ്ട്രീയ കക്ഷികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മൂല്യങ്ങൾ ഭരണാധികാരി വർഗത്തിന്റെ മുമ്പിൽ തുറന്ന് സംവദിക്കാനും തുറന്ന് രേഖപ്പെടുത്താനും പിറകോട്ട് പോരണമെന്ന് ആവശ്യപ്പെടാനും ഈ രാജ്യത്തെ മതസംഘടനകൾക്ക്, മതപരമായ മൂല്യങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും അത്തരം ചിന്താധാരയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അതൊക്കെ തന്നെ വികലമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകാം. അവിടെയും അതല്ല. രാജ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂല്യങ്ങൾ എന്ന് അവരെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മ പദ്ധതിയാണ് ഈ ശക്തൻ തമ്പുരാൻ നഗറിൽ ദിശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമയ്ക്ക് ഒരു ദിശയാകട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഒരു ദിശയാകട്ടെ.
കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അച്യുതാനന്ദനും ഒരു ദിശയാകട്ടെ, ഈ ലോകത്തിന് മുഴുവനും ഒരു ദിശയാകട്ടെ എന്നതാണ് ഇവിടെ നിന്ന് ഉയരുന്ന ഒരു സന്ദേശം, ഇവിടെ നിന്ന് ഉയരുന്ന ഒരു മന്ത്രധ്വനി. ഇതിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിയാകാം. എന്തിന്? ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക്, നമ്മുടെ രക്ഷയ്ക്ക്, ലോകത്തിന്റെ രക്ഷയ്ക്ക്. സർവശക്തനായ അല്ലാഹു ഇത് നാളുകളിൽ പരലോക വിശ്വാസിക്ക് ഒരു മുതൽക്കൂട്ടായി അവിടെ അല്ലാഹു കാത്തുസൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ രാജ്യത്തെ മുഴുവൻ വംശത്തിനും മുഴുവൻ മനുഷ്യർക്കും നന്മയുടെ വെളിച്ചം ഇതിൽ കൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ നബി. യോഗാധ്യക്ഷൻ അമീർ ജമാഅത്തെ ഇസ്ലാമി കേരള ടി ആരിഫ് അലി സാഹിബ്, ഡയലോഗ് സെന്റർ ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൻ, തൃശൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ഐ പി പോൾ, വേദിയിലെയും സദസ്സിലെയും സമുന്നതരായ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും. മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മൂല്യച്യുതികളും മനുഷ്യകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തയത്ര ദുരിതങ്ങൾ ഒരു ചെറിയ ആഘാതം കൊണ്ടുപോലും നിലച്ചു പോകുന്ന ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യൻ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യന്റെ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങൾ മനുഷ്യനെ വിടാതെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യുത മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ അവസാനമില്ലാത്തൊരു തുടർക്കഥയായി പോവുകയാണ്. യുദ്ധം, ജനോസൈഡ്, അധിനിവേശം, അടിമത്വം, ഉച്ചനീചത്വം, വംശീയം, കൊലപാതകങ്ങൾ, അഴിമതി, മദ്യദുരന്തങ്ങൾ, മായം, ഇങ്ങനെ തുടർന്നു പോകുന്നു. മനുഷ്യകരങ്ങൾ ചെയ്യുന്ന കൊടും പാതകങ്ങൾ, ഇതെല്ലാം മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്ന് നാം പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. വാസ്തവത്തിൽ ഒരു അതിശയവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലത്തിന്റെ നേട്ടമായ നിസ്സംഗതയുടെയും മരവിപ്പിലൂടെയും ഒരുതരം നിർഭയത്വത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നത്. ഇതിന്റെ ഫലമാണ് ഈ അനർത്ഥങ്ങളൊക്കെയും. മനുഷ്യന്റെ ജന്മസിദ്ധ വികാരമാണ് ഭയം എന്നുള്ളത്. അത് മനുഷ്യന് ലഭിച്ച ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വരദാനമാണ്. ഭയം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. കൊച്ചുകുട്ടികളിൽ അതിന്റെ തനി നൈസർഗികതയിൽ നമുക്കതിനെ ദർശിക്കുവാൻ കഴിയും. അതവരെ പലപ്പോഴും സ്വയം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഭയം ഭീരുത്വമല്ല, മനുഷ്യപ്രകൃതിയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സത്യത്തെ നേരിടുവാനുള്ള ഭയമാണ് ഭീരുത്വം എന്നുള്ളത്. നിർഭയത്വം മനുഷ്യനെ എല്ലാ തെറ്റുകളിലേക്കും നയിച്ചു കൊണ്ടുപോകുന്നു. നിയമവ്യവസ്ഥയെ പാടെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള കാബാലികത്വത്തിന്റെ അടിസ്ഥാനം ശിക്ഷയിൽ നിന്ന് ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള ഉറപ്പാണ്. സ്വാധീനം കൊണ്ട് നിയമത്തെ മറികടക്കാമെന്നുള്ള എന്നുള്ള ചിന്തയും നിയമത്തിലെ ലൂപ്പ് ഹോൾസും ഒന്നുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ഉറപ്പ് മനസ്സിൽ വരുന്നതോടുകൂടി ഇത്തരത്തിൽ നിർവികാരം മനസ്സിലേക്ക് കടന്നുവരും, നിർഭയത്വം കടന്നുവരുന്നു. ഇത് തന്നെയാണ് നിർഭയത്തിനുള്ള പ്രധാന കാരണങ്ങൾ. ഇന്ന് തെളിവുകളെ കൊണ്ട് വല്ല പ്രയോജനവുമുണ്ട്? നിയമവ്യവസ്ഥ പോലും സാധാരണക്കാരെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു. പല ഭരണാധികാരികളും മുഖ്യമന്ത്രികളും ലോകരാഷ്ട്ര തലവന്മാരും ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളെപ്പോലെ പെരുമാറുന്നതാണ് നാം കാണുന്നത്. ഒരു വല്ലാത്ത ഭീകരാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യന്തം
ദൈവഭയത്തെയാണ്. നിശ്ചയമായും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സ്വാധീനവും ശുപാർശയും വിലപ്പോവുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്ന അവബോധം നമ്മിൽ വരുമ്പോൾ നമ്മളിൽ ഭയം ജനിപ്പിക്കപ്പെടുന്നു. ഇത് മാത്രമേ മനുഷ്യനെ നന്മയുടെ പാതയിൽ പിടിച്ചു നിർത്തുവാൻ കഴിയൂ. ലോക സമാധാനത്തിനും തെന്നിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മരീചികയെ പിടിക്കാനെന്ന പോലെ മനുഷ്യൻ ഇന്ന് തിരക്കിലാണ്. ഈ തിരക്കിനിടയിൽ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പോകുന്നത് അവൻ അറിയുന്നില്ല. സ്വയം അറിയുന്നവൻ ദൈവത്തെ അറിയുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. സൃഷ്ടിയെയും ഈ പ്രപഞ്ചത്തെയും നിരീക്ഷിക്കുമ്പോഴാണ് നാം സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ദിശ ഒരുക്കിയിട്ടുള്ളത് ഇത്തരം ദൃശ്യങ്ങളാണ്. കേൾക്കുവാനും കാണുവാനും തദ്വാര നമ്മെ ചിന്തിപ്പിക്കുവാനും ഈ പ്രദർശനം പ്രേരിതമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. സമയമില്ലായ്മ എന്ന അവസ്ഥ ഒരു വലിയ ചതിക്കുഴിയാണ്. സമയക്കുറവ് അധികം അനുഭവപ്പെടുന്നത് നമ്മുടെ നയിക്കുന്നവർക്കാണ്. സമയക്കുറവ് നമ്മുടെ വായനയെയും നമ്മുടെ നിരീക്ഷണങ്ങളെയും തടയും. അതുമൂലം അറിവിനെയും നേതൃത്വ ഗുണങ്ങളിൽ പെട്ടതാണ് മേൽപ്പറഞ്ഞ ഈ ശീലങ്ങളൊക്കെ തന്നെ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയുവാനും അറിയിക്കുവാനാണത്, ജയിക്കുവാനും കീഴ്പ്പെടുത്തുവാനുമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ദിശയിലേക്ക്, ഈ 9 ദിവസം തുടർന്ന് നടത്തപ്പെടുന്ന ദിശയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ദിശ ഇസ്ലാമിക് എക്സിബിഷൻ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ എക്സിബിഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക സമ്മേളനം, അതിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും ദൈവാനുഗ്രഹത്താൽ ഇസ്ലാമിന്റെ തനതായ ഒരു ചിത്രം ഈ എക്സിബിഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അതിന്റെ പ്രഥമ ദിവസത്തിലെ ആദ്യത്തെ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആത്മാർത്ഥതയോടുകൂടി വളരെ സൗഹൃദപൂർവം ഈ തൃശൂർ ജില്ലയിലെയും കേരളക്കരയിലെയും ജനങ്ങളെ സന്തോഷത്തോടുകൂടി ഈ ദിശയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഇവിടെ നടക്കുന്നത് തുറന്ന ചർച്ചയാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള പ്രദേശമാണിത്. ചിന്തയ്ക്ക് അതിരുകളില്ലാത്ത വിധത്തിൽ വൈജ്ഞാനിക രംഗത്തും ചിന്താരംഗത്തും സാംസ്കാരിക മേഖലകളിലുമൊക്കെ തന്നെ എത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്തോളം കടന്നു ചെന്ന് വളരെ ധീരവും സ്വതന്ത്രവുമായിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തോട് ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ ആളുകൾ അഥവാ ഡയലോഗ് സെന്റർ കേരള വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയാണ്. നിങ്ങൾ വരണം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഈ പ്രദർശനം നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. നമുക്ക് സംസാരിക്കാമെന്നാണ് ദിശ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ വേദക്കാരോട് ഒരു വിളംബരം നടത്തുന്നുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും എന്ന് പറഞ്ഞുകൊണ്ട്, വേദക്കാരെ നിങ്ങൾ വരിക, നമുക്ക് പരസ്പരം യോജിക്കാവുന്ന മേഖലകളെ സംബന്ധിച്ച് സംസാരിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ മനുഷ്യ സമൂഹത്തിന്റെ പൊതുപ്രശ്നങ്ങളും മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും
മതങ്ങളും മതസമൂഹങ്ങളും പരസ്പരം അകന്നു നിൽക്കുന്നതുകൊണ്ട് ഒരു രാഷ്ട്രത്തിനും സമൂഹത്തിനും അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നെ തുറന്ന വേദിയിൽ വളരെ ഹൃദ്യതയോടുകൂടി നമുക്ക് സംസാരിക്കാമെന്നാണ് ദിശയുടെ സംഘാടകർ അവകാശപ്പെടുകയും പറയുകയും ചെയ്യുന്നത്. ഇന്ന് ഇതിന്റെ തുടക്കത്തിൽ ഏതാനും സമയങ്ങൾക്ക് ശേഷം ദിശ പ്രദർശന വേദിയിലേക്ക് ചെന്നപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളും നമ്മുടെ ദിശയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും പ്രവർത്തകരും തമ്മിൽ നല്ല ചർച്ചകൾ നടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അവരുടെ സംശയങ്ങൾ നിവർത്തിക്കാൻ അവിടെ വെച്ച് സാധിച്ചില്ലെങ്കിൽ അതിനപ്പുറത്ത് സ്വതന്ത്രമായിക്കൊണ്ട് അവർ ഇരുന്ന് സംസാരിക്കാനുള്ള വേദിയും ഇവിടെയുണ്ട്. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന അസത്യം സത്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. പിശാച് വേദമോതുന്നു എന്ന നമ്മുടെ പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ സമൂഹത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ലോകത്തിന്റെ തന്നെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവർ ആജ്ഞാപിക്കുന്നത് അവരുടെ വിരൽത്തുമ്പിൽ മനുഷ്യ സമൂഹം നിലകൊള്ളണമെന്ന ശക്തമായ ആഹ്വാനം നിലകൊള്ളുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യർ നീതിക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇസ്ലാം പ്രാപ്തമാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഇവിടെ ഉണർത്തിക്കൊണ്ടാണ് ഈ ദിശയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും സദാചാര മേഖലയുടെയും നീതിയുടെയും ആദർശ പോരാട്ടങ്ങളുടെയും ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ മുമ്പിൽ മനസ്സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്തുകൊണ്ട് തലമുറകളെ കയ്യിലെടുത്തുകൊണ്ടാണ് 9 ദിവസം ദിശ ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാം കേട്ടുള്ള വളരെ സുപരിചിതമായ ഒരു കവിവചനമുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെയും. പലരും ഒരു എസ്കേപ്പിസം എന്ന നിലയിൽ എടുത്തുപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മറവിൽ രക്ഷപ്പെടുന്ന കാഴ്ച നാം കാണാറുള്ളതാണ്. ശരിക്കും ചിന്തിക്കാൻ കഴിയാവുന്നവർക്ക് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന പോലെ ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ എക്സിബിഷൻ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്നതാണ്. ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ മതങ്ങൾ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം അതിൽ നിന്ന് ദർശിക്കാനും കഴിയും. ഈ ഒരവസ്ഥയിൽ ഇത് നമുക്ക് പ്രതിഫലം നൽകേണ്ട ഒന്നാണ്, ദിശാബോധം ഉണ്ടാക്കേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അഹോരാത്രം അക്ഷരം പാടുപെടുന്ന ഒരുപാട് പ്രവർത്തകരെ നാം ഇവിടെ കാണുന്നു. അവർക്ക് നന്മ നേരുന്ന മാത്രമേ ചെയ്യാനുള്ളൂ. നന്മയുടെ പ്രതിഫലം നന്മ തന്നെയാണെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തുള്ള അവസരത്തിൽ അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഈ എല്ലാ ആശംസകളും ഈ പ്രസ്ഥാനത്തിനും പ്രവർത്തനങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ സദസ്സിലും വേദിയിലുമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡയലോഗ് സെന്റർ കേരള ഒരുക്കിയ ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഉദ്ഘാടന സമ്മേളനം നടത്തി അതിന്റെ സമാപന ഘട്ടത്തിലാണ് നാമുള്ളത്. എന്നെ സംബന്ധിച്ച് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ റവന്യൂ മന്ത്രി രാജേന്ദ്രൻ അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിച്ച ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ ബഹുമാന്യനായ ടി ആരിഫ് അലി സാഹിബ് അവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇന്നത്തെ മുഖ്യ അതിഥിയായ പ്രൊഫസർ ആർ ബിന്ദു, ബഹുമാനപ്പെട്ട മേയർ തൃശൂർ നഗരസഭ അവർക്കും ദിശയ്ക്ക് വേണ്ടി
ഡയലോഗ് സെന്ററിനു വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ച PC ചാക്കോ MP, ചറമ്പിൽ രാമകൃഷ്ണൻ MLA, IP പോൾ പ്രതിപക്ഷ നേതാവ് തൃശൂർ നഗരസഭ, KK കൊച്ചു മുഹമ്മദ് പ്രസിഡന്റ് KPCC ന്യൂനപക്ഷ സെൽ, KV മുഹമ്മദ് സക്കീർ ചെയർമാൻ സ്വാഗതസംഘം ദിശ എക്സിബിഷൻ, P അബ്ദുറഹ്മാൻ ജില്ലാ പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമി തൃശൂർ, അഡ്വക്കേറ്റ് R മജീദ് വൈസ് ചെയർമാൻ സ്വാഗതസംഘം എന്നിവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയും ഈ ഉദ്ഘാടന സമ്മേളനത്തെ ധന്യമാക്കി തീർക്കുകയും ചെയ്ത സദസ്സിനും മറ്റും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മെയും ഈ പ്രദർശനത്തെയും അതുവഴി എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.